ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെ എൻ്റെ സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. വിടാമുയർച്ചിയുടെ ട്രെയിലർ വന്നിട്ടാറ് 2 മിനിറ്റ് 22 സെക്കൻഡാണ് ട്രെയിലറിൻ്റെ ദൈർഘ്യം. ഓക്കെ, കാണാം. ഞാൻ ആക്ച്വലി ഓഫ് കോഴ്സ് വിടാമുയർച്ചി കാണാൻ കാത്തിരിക്കുന്നുണ്ടില്ല എന്നല്ല, ബട്ട് അതിനെക്കാട്ടിലും ഉപരി കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് അജിത്തിൻ്റെ കാത്തിരിക്കുന്ന സിനിമ ഗുഡ് ബാഡ് അഗ്ലി തന്നെയാണ്. കാര്യം ഒരു പ്രത്യേകതര ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് എനിക്ക് അതിൻ്റെ ഒരു മറ്റേ പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ തോന്നിയത്. സോ ഒരു ക്യൂരിയോസിറ്റി, അത് എന്ത് സിനിമയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആക്ച്വലി ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാത്തിരിക്കുന്നത്. എനിവേസ്, വിടാമുയർച്ചി വരട്ടെ, അടിപൊളിയാവട്ടെ. ഇതെന്നാ റിലീസാവുന്നത്? ഫെബ്രുവരി 6-നാണോ? അത് കൺഫേം അല്ലേ? ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മാറുമൊന്നുമില്ലല്ലോ അല്ലേ? ഇത് ഞാൻ സർക്കാസം പോലെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നൊന്നും അല്ല. അങ്ങനെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്ന അത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട്. ഞാൻ വളരെ സിൻസിയറായിട്ട് അറിയാൻ വേണ്ടി തന്നെ ചോദിച്ചത് കേട്ടോ. കാര്യം ജനുവരി 10 ഇറങ്ങാൻ വേണ്ടി വെച്ച സിനിമയാണല്ലോ വിടാമുയർച്ചി. പക്ഷെ അന്ന് ഇറങ്ങിയില്ല. അത് വല്ലാതെ ഇങ്ങോട്ട് നീക്കി വിട്ട് ഫെബ് 6 ആക്കി വെച്ചു. ഇനി അത് കൺഫേം ആണല്ലോ അല്ലേ? എന്തായാലും ആവട്ടെ, നമുക്ക് ട്രെയിലർ കാണാം. സുഭാസ്കരൻ പ്രസന്റ്, അജിത് കുമാർ. அவ என்ன பார்க்கும்போது அந்த மொமெண்ட், அந்த இமேஜ் அவளுக்கு ஆயுஸ்க்கும் மறக்க கூடாது. அதான் டெஸ்டினி. I am so lost. எனக்கு இந்த ஜெனரேஷன் பத்தி தெரியாது கைல். ஆனா நாம சின்ன பிள்ளையா இருந்தப்ப வாட்ச் கெட்டு போச்சுன்னா ரிப்பேர் பண்ணுவோம், டிவி கெட்டு போச்சுன்னா ரிப்பேர் பண்ணுவோம், தூக்கி போட மாட்டோம். My husband Akshay. Feel like a Hollywood. Arjun. Crime, rape, love. கொஞ்ச நேரமாவே பிரச்சனை பண்ணிட்டு இருக்கான். Get drunk. அந்த மாதிரி பொம்பளைங்க வாழவே கூடாது. இத ஸ்கெட்ச் போட்டு கொடுத்ததே போலீஸ் தான் சார். I will shoot. I am not here to fight. What is your problem? கொஞ்ச நாளா என் உலகமே என்ன சுத்தி நுழைங்கிட்டு இருக்கு. உங்க கோவம் எனக்கு புரியுது. சேஃப்டி கேமரா. Good man. Action star. Okay. വിടാമുയർച്ചി. ഫെബ്രുവരി കൺഫേം. പരസ്യമൊന്നും വരലടേ. കൂടെ വണ്ടാര പരസ്യമൊക്കെ വന്നിട്ട് മൂഡ് കളയാൻ കൊള്ളാട്ടാ. എനിക്ക് ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ് മാൻ. ആരൊക്കെയോ പറയുന്നത് കേട്ടു വിടാമുയർച്ചി വേറെ ഏതൊരു ഹോളിവുഡ് സിനിമയുടെ എന്തോ പ്രീമേക്ക് ആണെന്നോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. ഐ ഡോണ്ട് നോ, എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. ബട്ട് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും അത് കാണാനും പോകുന്നില്ല. ഇത് ഫ്രഷായിട്ട് കാണാനാണ് പോണത്. കാര്യം ട്രെയിലർ ഇമ്പ്രസീവായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. നിങ്ങളുടെ കാര്യം അറിയില്ല. വിഷ്വലി ആണെങ്കിലും നല്ല രസം, ഭയങ്കര റിച്ച് ഫീല്, ഭയങ്കര ഹോളിവുഡ് ഫീലൊക്കെ ആക്ച്വലി കിട്ടുന്നുണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ള ഫീലൊക്കെ ആക്ച്വലി കിട്ടുന്നുണ്ട്. അജിത്തിൻ്റെ ലുക്കാണെങ്കിലും ആൻഡ് എവറിത്തിങ്. പിന്നെ അർജുൻ്റെ സ്വാഗും ആൻഡ് ആക്ഷൻ സീക്വൻസുകളായിക്കോട്ടെ രസമുണ്ട്. പിന്നെ ഈ കാറും കൊണ്ടുള്ള പരിപാടികൾ അത് പിന്നെ അജിത്തിൻ്റെ പടത്തിൽ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. മൂപ്പരെ കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. സോ ഓവറോൾ നോക്കുന്ന സമയത്തൊരു പ്രതീക്ഷ തരുന്ന തരത്തിലുള്ള ട്രെയിലർ തന്നെയാണ് ഇപ്പോൾ ആക്ച്വലി കണ്ടത്. നന്നാവട്ടെ, അടിപൊളിയാവട്ടെ. പ്രതീക്ഷിക്കുന്നു നന്നാവട്ടെ. 6 ഇറങ്ങുന്ന സമയത്ത് ഉഷാറാവട്ടെ. അജിത്ത് കമാൻ. അജിത്ത്, അർജുൻ, ട്രിഷ,
എന്തൊക്കെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടതാണോ ഇതിൻ്റെ ഈ പറയുന്ന ഹോളിവുഡ് വേർഷൻ കണ്ടതാണോ നിങ്ങൾ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വേണ്ട അഭിപ്രായം പറയണ്ട, ഞാൻ അറിയണ്ട ചോദിച്ചു പോയതാണ്. പറയണ്ട, കണ്ടവരുണ്ടെങ്കിൽ പറയണ്ട. എന്തായാലും ആ സിനിമ കാണാത്ത ഒരുപാട് ആളുകളുണ്ട്, ഞാൻ അടക്കമുള്ള ആൾക്കാരുണ്ട്. നമ്മളിത് ഫ്രഷ് ആയിട്ട് പോയി കണ്ടോളാം, നമ്മളത് എൻജോയ് ചെയ്തോളാം. പിന്നെന്താണ്, പ്രൊമോഷനും ഇല്ല. എന്ത് പ്രൊമോഷൻ അല്ലേ? പ്രൊമോഷനും ഇല്ല, ഓഡിയോ ലോഞ്ചും ഇല്ല, ഒരു പരിപാടിയും ഇല്ല. അത് പിന്നെ പൊതുവെ അജിത്ത് സിനിമകൾ അങ്ങനെയാണ്. സിനിമയുടെ ടീസർ വന്നത് പോലും നമ്മൾ ആക്ച്വലി അറിഞ്ഞില്ലടോ, പെട്ടെന്നാണ് സാധനം വന്നത്. അങ്ങനെയൊക്കെയാണ് ഈ പരിപാടികൾ വരണേ. പിന്നെ അജിത്താണെന്നുണ്ടെങ്കിൽ ഫിലിം ഫെയർ അവാർഡ്സ് അത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് മൂപ്പരില്ല. എനിക്ക് മൂപ്പരുടെ ഇഷ്ടമുള്ള ഏറ്റവും വലിയൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അത് മൂപ്പരുടെ പണ്ടൊരൊറ്റ തവണ ഞാൻ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ, മൂപ്പരുടെ ഫാനൊന്നുമല്ല ഞാൻ, പക്ഷെ മൂപ്പരുടെ ഒരു നിലപാടുണ്ടല്ലോ അത് ഹെവിയാണ്. അതായത് മൂപ്പര് ഓപ്പൺ ആയിട്ട് എത്ര നടന്മാരത് പറയും. മൂപ്പരുടെ ആ ഒരു ഗട്ട്സിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അത് മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. പക്ഷെ ഇപ്പൊ ഈ അടുത്തുകൂടി ഞാൻ ആ മറ്റേ റേസിങ്ങിന്റെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും പുള്ളി കേട്ടൊരു സംഭവമാണ്, സിനിമ വന്നു കഴിഞ്ഞാൽ സിനിമ പോയിട്ട് കാണുക, അത് ആസ്വദിക്കുക, അത് കഴിഞ്ഞിട്ട് അവനവൻ്റെ പരിപാടി നോക്കി അങ്ങ് പോവുക, അവനവൻ്റെ കരിയർ ഫോക്കസ് ചെയ്യുക, അവനവൻ്റെ കുടുംബത്തെ നോക്കുക, കുടുംബത്തെ ഹാപ്പി ആക്കുക. ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് ഈ പറഞ്ഞ ആൾക്കാരുടെ പുറകെ, അജിത്തിന്റെ പുറകെ ആണെങ്കിലും വിജയിന്റെ പുറകെ ആണെങ്കിലും ആരുടെ പുറകെ ആണെങ്കിലും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്കൊരു വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ആക്ച്വലി അത് പറയുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഒരു ഗട്ട്സ് തന്നെയാണ്. അതാണ് അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെയാണ് അജിത്തിനോടൊരു റെസ്പെക്ട് ആക്ച്വലി തോന്നുന്നത്. ഫാൻ എന്നല്ല, ഒരു റെസ്പെക്ട് തോന്നുന്നുണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിനൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മൂപ്പരുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മൂപ്പര് പ്രൊമോഷണൽ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ച് ഒന്നുമില്ല. ഫിലിം ഫെയർ അവാർഡ് അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനൊന്നും മൂപ്പര് പോവില്ല. മൂപ്പരുടെ ഒരു സ്ക്രിപ്റ്റ് വരുന്നു, മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മൂപ്പര് ആ സിനിമ എങ്ങനെ ചെയ്യുന്നു, ആ സിനിമ ഇറങ്ങുന്നു, ദാറ്റ്സ് ഇറ്റ്. അത് ഒരു പ്രൊമോഷനും കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ പോലും മൂപ്പരുടെ സിനിമ കാണാൻ ആൾക്കാർ അവിടെ പ്രസന്റ് ആണ്. പടം നല്ല അതാണെന്നുണ്ടെങ്കിൽ അത് ഹിറ്റാവുകയും ചെയ്യും. അതൊക്കെ ഞാൻ വേറൊരു നടനിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആക്ച്വലി കണ്ടിട്ടില്ല. ഞാൻ അതുകൊണ്ട് എടുത്ത് പറയാൻ തോന്നി, ഇപ്പൊ പറഞ്ഞതാണ്. മൂപ്പരുടെ കേസിലൊക്കെ എന്താണ് അല്ലേ, ഒരു പരിപാടിക്ക് മൂപ്പര് കണ്ടിട്ടില്ലെന്നേ. ഇപ്പൊ അജിത് കുമാർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ മുമ്പ് എപ്പോഴോ മൂപ്പര് കൊടുത്ത് ഇന്റർവ്യൂ ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ അല്ലാതെ മൂപ്പര് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് പരിപാടിക്ക് മൂപ്പര് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്? ഏത് ഫിലിം ഫെയർ അവാർഡ്സിനാണ് മൂപ്പര് പണ്ടെപ്പോഴും എങ്ങാണ്ടൊക്കെ അറ്റൻഡ് ചെയ്തത്? ഈ അടുത്തൊന്നും പുള്ളി നോ മാൻ. സിനിമയിൽ നമ്മൾ പുള്ളിനെ കാണുന്നു എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി അത് കഴിഞ്ഞാൽ മൂപ്പരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. റേസിംഗ് എന്നൊക്കെ പറഞ്ഞ മൂപ്പര് അതിന് പോകുന്നതാണ്. അത് അങ്ങനെയാണ് ആക്ച്വലി. അത് തന്നെ മൂപ്പരുടെ ഫാൻസിനോടും പറയുന്നത്. മൂപ്പര് അതിലാണ് സംതൃപ്തിപ്പെടുന്നത് എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. അതാണ് ആ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഇതൊക്കെ എന്തിനാ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയണമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്ന സമയത്ത് പറഞ്ഞതെന്ന് മാത്രം. ഞാനിത് പറയാൻ കയറപ്പോൾ ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു ഷോർട്സ് വീഡിയോ കണ്ടത്. പുള്ളിയുടെ അടുത്ത് എന്തോ ടോക്സിസിറ്റിയെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഏതോ ഒരു വീഡിയോൻ്റെ അകത്ത് പുള്ളിയുടെ മുടിയൊക്കെ പിടിച്ചിട്ട് ആരോ ഈ അടുത്തെങ്ങാണ്ടോ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കുക, ഇങ്ങനെ സ്നേഹം കൊണ്ടൊക്കെ ഇങ്ങനെ പോവാണ്. പക്ഷെ എന്തോ ഒരു ടോക്സിസിറ്റിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ട സമയത്ത് എനിക്ക് മൂപ്പരുടെ ആ ഒരു നിലപാടുണ്ടല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് അത് എടുത്ത് പറയാൻ തോന്നിയതുകൊണ്ട് അത് എടുത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വിടാമുയർച്ചി വരട്ടെ, അടിപൊളിയാവട്ടെ, ഗംഭീരമാവട്ടെ. ഓഫ് കോഴ്സ് അതിനുശേഷം ഞാൻ വളരെ എപ്പോഴും പറയുന്നു, ഞാൻ കൂടുതൽ ആകാംക്ഷയോട് കൂടിയിട്ട് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നു മറ്റേ ഗുഡ് ബാഡ് അഗ്ലി അതിൻ്റെ അപ്ഡേറ്റുകളും ആ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ് കാത്തിരിക്കുന്നത്. വി വാണ്ട് ബാഡ് ബോയ് അജിത് കുമാർ ലൈക്ക് മങ്കത്ത. ശരി എന്നാ.